നിതിൻ ഗഡ്കരി ബി.ജെ.പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായപ്പോഴും അതുവരെ ചർച്ച ചെയ്ത പേര് ആയിരുന്നില്ല നിതിൻ ഗഡ്കരിയോട്. അപ്രതീക്ഷിതമായിട്ടാണ് ഗഡ്കരിയുടെ പേര് വരുന്നത്. അന്ന് നമുക്കറിയാം വെങ്കയ്യ നായിഡു, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, പ്രമോദ് മഹാജൻ അടക്കമുള്ള ഒരു വലിയ നിര രണ്ടാം നേതാക്കളുണ്ട്. നിതിൻ ഗഡ്കരി വളരെ പാരമ്പര്യമുള്ള നേതാവാണെങ്കിലും ഈ പൊതുമധ്യത്തിലും മാധ്യമങ്ങളിലും ഒന്നും അത്ര സജീവമായി ഉയർന്നു കേട്ട പേരുകളായിരുന്നില്ല അന്ന് പരിഗണിച്ചിരുന്നത്. അപ്പോൾ അന്ന് ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഞാൻ പെട്ടെന്ന് വിളിച്ച്, അദ്ദേഹം ഒരു യാത്രയിലാണ്, വിളിച്ചു വെച്ചു ഈ നിതിൻ ഗഡ്കരിയുടെ പശ്ചാത്തലം. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു വെച്ചു അത് ആരാണെന്ന്. അപ്പോൾ അത്ര പോലും ഒരു സുപരിചിതനായിരുന്നില്ല. പക്ഷേ നിതിൻ ഗഡ്കരിയുടെ പശ്ചാത്തലവും പാരമ്പര്യവും ഒക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ഇത്തവണ ഈ നിതിനും ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ഇതിന് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ബി.ജെ.പി പോലെയുള്ള കേഡർ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആരമരത്തിരിക്കുന്നു എന്നുള്ളതല്ല സംഘടനയുടെ, ആ സംഘടനയുടെ ശൈലിയും കെട്ടുറപ്പും അതിലേക്ക് വരുന്ന പുതുരക്തവുമാണ് ഏറ്റവും പ്രധാനമെന്നുള്ള തിരിച്ചറിവാണ്. ഇതിലൂടെ ശരാശരി പ്രായം നോക്കി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ മുന്നിൽ ഏറ്റവും ചെറുപ്പത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടേക്ക് 45 വയസ്സുള്ള ഒരാളെ പാർട്ടി അധ്യക്ഷനാക്കുന്ന സമയത്ത് കൂടുതൽ ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്നതിന് ഒരു ശ്രമമുണ്ട്. മാത്രവുമല്ല, പ്രവർത്തിക്കാൻ അറിയാവുന്ന വളരാൻ ശേഷിയുള്ള ഒരു നേതാവ് ആരമരത്ത് വന്നു കഴിഞ്ഞാലും ആ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനുള്ള കേഡർ സംവിധാനം അതിനുണ്ട് എന്നുള്ളതിൽ ഒരു ആത്മവിശ്വാസം കൂടിയാണ്. മറ്റു വിമർശനങ്ങൾ പലതും വരുമ്പോഴും മറ്റു പല പാർട്ടികളും അതിന് ധൈര്യപ്പെടുന്നില്ല എന്നതുകൂടി ഒരു വസ്തുതയായി നിൽക്കുകയാണ്.